ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്നും തന്നെ നൊബേൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചുവെന്ന് റിപ്പോർട്ട്. വാദം തള്ളിയ മോദി നൊബേൽ പുരസ്കാരത്തിന് ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് നിരസിച്ചു. ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജൂൺ 17-നായിരുന്നു ഇരുവരും തമ്മിൽ നടന്ന അവസാന സംഭാഷണമെന്നും റിപ്പോർട്ടിലുണ്ട്. വിഷയത്തിലെ ഭിന്നതകളാണ് അധിക തീരുവ പ്രഖ്യാപനത്തിന് കാരണമായതെന്നും ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ ശുപാർശ ചെയ്യാത്തതാണ് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളാകാൻ ഇടയാക്കിയതെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ തന്റെ ശ്രമഫലമായാണ് സാധ്യമായതെന്നും പാകിസ്ഥാൻ തന്നെ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യാൻ പോവുകയാണെന്നും ഇന്ത്യയും തന്നെ നൊബേൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യണമെന്നും മോദിയോട് ജൂൺ 17-ന് ഡൊണാൾഡ് ട്രംപ് ഫോണിലൂടെ ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ വെടിനിർത്തൽ സാധ്യമായത് അമേരിക്കൻ ഇടപെടൽ മൂലമല്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് പരിഹരിക്കുകയുമായിരുന്നുവെന്ന് മോദി ട്രംപിനോട് പറയുകയായിരുന്നു അത്രേ. ഇതാണ് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതെന്നും ട്രംപിന്റെ അധിക തീരുവ പിഴ തീരുവ പ്രഖ്യാപനങ്ങളിലേക്ക് നയിച്ചതെന്നുമാണ് പത്രം പറയുന്നത്. കാനഡയിൽ G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ നിന്നും നേരത്തെ മടങ്ങിയ ട്രംപ് വാഷിംഗ്ടണിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു 35 മിനിറ്റോളം നീണ്ട സംഭാഷണം നടന്നതെന്ന് പത്രം പറയുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയിലേക്ക് വരാനുള്ള ട്രംപിന്റെ ക്ഷണവും മോദി നിരസിച്ചിരുന്നു. ആ സമയത്ത് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരുന്നതിനാൽ മോദിയെ കൊണ്ട് അസിം മുനീറിനെ ട്രംപ് ഹസ്തദാനം ചെയ്യിക്കുമോ എന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ സംശയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. വാഷിംഗ്ടണിലെയും ന്യൂഡൽഹിയിലെയും 10-ലധികം പേരുമായി പേര് വെളിപ്പെടുത്തില്ലെന്ന നിബന്ധനയോടെ സംസാരിച്ച് തയ്യാറാക്കിയതാണ് റിപ്പോർട്ട് എന്ന് ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ക്വാഡ് ഉച്ചകോടിക്കായി ഈ വർഷം ഇന്ത്യയിലെത്താനുള്ള തീരുമാനം ട്രംപ് റദ്ദാക്കിയതായും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഇന്ത്യയോ അമേരിക്കയോ ഇതുവരെ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിലെ പരാമർശങ്ങളെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.